ശ്രുതി മീട്ടും പാലക്കൊമ്പിൽ മഞ്ഞുകാറ്റിൻ മർമരങ്ങൾ മന്ത്രമായി തുളുമ്പുന്നുവോ. കോലോത്തെ മുറ്റത്തെ തൃത്താപ്പുമൊട്ടിന്മേൽ ചില്ലോലം തുമ്പിക്കോറുമ്പോ മനസ്സു നിറയെ മഴയോ നിനവു പൊഴിയുമഴകോ. മിന്നായം മിന്നും കാറ്റിൽ മിഴിനാളം നീട്ടും ദീപം കാവിനുള്ളിൽ കൈത്തിരിപ്പു പൂത്ത പോലെ തിളങ്ങുന്നുവോ. മീനുങ്ങുന്നുവോ മിന്നൽ മീനുങ്ങുന്നുവോ, മിടിക്കുന്നുവോ നെഞ്ചം തുടിക്കുന്നുവോ. ദേവാരം നോറ്റൊരുങ്ങും കൈമാസത്തിന്നലിന്റെ കൈതപ്പൂ മുട്ടിന്മേൽ തൊട്ടു നോക്കി. ദേവാരം നോറ്റൊരുങ്ങും കൈമാസത്തിന്നലിന്റെ കൈതപ്പൂ മുട്ടിന്മേൽ തൊട്ടു നോക്കി. മെല്ലെ മനസ്സിൽ കൂട്ടുചിലമ്പിലെ ചിൽച്ചിൽ താളത്തിൽ സിൽക്കാരം മുഴങ്ങുന്നുവോ. മിന്നായം മിന്നും കാറ്റിൽ മിഴിനാളം നീട്ടും ദീപം കാവിനുള്ളിൽ കൈത്തിരിപ്പു പൂത്ത പോലെ തിളങ്ങുന്നുവോ. മീനുങ്ങുന്നുവോ മിന്നൽ മീനുങ്ങുന്നുവോ, മിടിക്കുന്നുവോ നെഞ്ചം തുടിക്കുന്നുവോ. ആമാടപ്പണ്ടമിട്ടും മണിയാരത്തൊങ്ങലിട്ടും മുറ്റത്തെ മുല്ലത്തൈ പൂത്തോരുങ്ങി. ആമാടപ്പണ്ടമിട്ടും മണിയാരത്തൊങ്ങലിട്ടും മുറ്റത്തെ മുല്ലത്തൈ പൂത്തോരുങ്ങി. രാത്രി നിലാവത്ത് ഞാനുമിൻ കനവുമായി കന്നിപ്പൂ മുട്ടിന്മേൽ മുത്താരം പുതച്ചുറങ്ങി. മിന്നായം മിന്നും കാറ്റിൽ മിഴിനാളം നീട്ടും ദീപം കാവിനുള്ളിൽ കൈത്തിരിപ്പു പൂത്ത പോലെ തിളങ്ങുന്നുവോ. അഴകോലും ഗന്ധർവന്മാർ ശ്രുതി മീട്ടും പാലക്കൊമ്പിൽ മഞ്ഞുകാറ്റിൻ മർമരങ്ങൾ മന്ത്രമായി തുളുമ്പുന്നുവോ. കോലോത്തെ മുറ്റത്തെ തൃത്താപ്പുമൊട്ടിന്മേൽ ചില്ലോലം തുമ്പിക്കോറുമ്പോ മനസ്സു നിറയെ മഴയോ നിനവു പൊഴിയുമഴകോ. മിന്നായം മിന്നും കാറ്റിൽ മിഴിനാളം നീട്ടും ദീപം കാവിനുള്ളിൽ കൈത്തിരിപ്പു പൂത്ത പോലെ തിളങ്ങുന്നുവോ. മീനുങ്ങുന്നുവോ മിന്നൽ മീനുങ്ങുന്നുവോ, മിടിക്കുന്നുവോ നെഞ്ചം തുടിക്കുന്നുവോ. ആഹാ, നൈസ് നൈസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഡാൻസേഴ്സ് വെരി ഗുഡ്. ആർജിത ആൻഡ് സൂര്യ ഗായത്രി, നിങ്ങളുടെ പാട്ട് കേൾക്കുകയും അതിന്റെ പുറകെ നടന്ന കുറേ സംഭവങ്ങളുണ്ട്. അത് അതിമനോഹരമായിരുന്നു കേട്ടോ. അതെ, അവരൊക്കെ എത്ര ഒരു പാട്ടിന്റെ പിന്നിൽ ഈ എത്ര പേരാണ്, എത്ര പേരുടെ ജോലി, അതെ. എത്ര പേരുടെ ഹാർഡ് വർക്ക്, ഇതൊക്കെ നമ്മൾ കണക്കാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പ്രേക്ഷകരെല്ലാവരും അതിനെ ശരിക്കും നല്ലൊരു കൈയടി കൊടുക്കണം അവർക്ക്. അതെ. മക്കളെ, നിങ്ങൾ രണ്ടുപേരും പാടി, നന്നായിട്ട് തന്നെ പാടി. പക്ഷേ പല്ലവിയിൽ ആർജിതയ്ക്ക് കുറച്ച് ഈ ലോവർ പോർഷൻസ് വരുമ്പോഴാണ് എനിക്ക് ഇപ്പം മനസ്സിലാവുന്നത്. ഈ ഹൈ പോകുമ്പോഴത്തേക്ക് ആർജിതയ്ക്ക് നല്ല ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ഈ താഴെ പാടുമ്പോഴത്തേക്ക് സംഗതികൾ കിട്ടുന്നില്ല. എന്നാൽ മോക്ക് താഴെ പാടുമ്പോൾ നല്ല ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. മേളിൽ പോയി തൊട്ടു നോക്കി എന്നുള്ള സ്ഥലം വരുമ്പോഴത്തേക്ക് അത് ശകലം ഒന്ന് ആ ഒരു ചെറിയ പോർഷൻസ്.
അപ്പോൾ ടോട്ടലായിട്ട് നോക്കുമ്പോഴത്തേക്ക് രണ്ടുപേരും നോക്കുമ്പോൾ രണ്ടുപേരും നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഒരു പൊടി ചില സംഗതികൾ കൂടുതൽ സൂര്യയാണ് അതിൻ്റെ പെർഫെക്ഷൻ കൂടുതൽ വന്നത്. ആ. മോളും നന്നായിട്ട് പാടി. പക്ഷേ ആ സംഗതികളുടെ ക്വാളിറ്റിയും അതുപോലെ തന്നെ താഴത്തെ ലോവർ നോട്ട്സിൻ്റെ ക്വാളിറ്റിയും നോക്കുമ്പോഴത്തേക്ക് രണ്ടുപേരും തമ്മിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. അഴകോലും ഗന്ധർവന്മാർ, പിന്നെ മനസ്സു നിറയെ മഴയോ, പിന്നെ നീട്ടും ദീപം, പിന്നെ തൊട്ടുനോക്കി നന്നായിട്ട് പാടിയൊരു പോർഷൻ ഉണ്ട്. മെല്ലയൻ മനസ്സിൽ ഓട്ടു ചിലമ്പിലെ, അത് മോളല്ലേ പാടി, ആദ്യതല്ലേ പാടി, അവിടെ നന്നായിരുന്നു. അതുപോലെ മോള് പാടിയ പല്ലവിക്കകത്ത് അത് കഴിഞ്ഞ് വന്ന സംഗതി സൂര്യകുട്ടി നന്നായിട്ട് പാടി. അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് തെറ്റുകളും നല്ലതും എല്ലാം കൂടെ സമ്മിശ്രമായിരുന്നു. ആ. അതിന് മാർക്ക് വരുമ്പോൾ ബാക്കി കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മത്സേട്ടാ. ആർജിത കുട്ടി ആൻഡ് സൂര്യഗായത്രി കുട്ടി. എന്ത്? ഡ്രസ്സൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ടുണ്ട്, നല്ല മാച്ചിങ് താങ്ക് ആയിട്ടുണ്ട്. യു. താങ്ക് യു. പാട്ടിന്റെ കാര്യത്തിൽ അതുപോലെ തന്നെ നിങ്ങൾ ഒരുപോലെ തന്നെയായിരുന്നു. ചില ഭാഗങ്ങൾ രണ്ടുപേരും ചിലവർ ഒരാൾ നന്നായി പാടുമ്പോൾ ഒരാൾ കുറച്ച് പ്രോബ്ലം, അപ്പുറത്തെ ആൾ നന്നായി പാടുമ്പോൾ അപ്പുറത്തെ ആൾ കുറച്ച്, അങ്ങനെ രണ്ടുപേരും കൂടി നല്ല എന്താ പറയാ ചേർച്ചയിലാണ് മുമ്പോട്ട് പോയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പല്ലവി രണ്ടുപേരും ശ്വാസം കിട്ടാതെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പല്ലവിയിലെ ഫസ്റ്റ് 4 ലൈൻസ് അതൊന്ന് ഒറ്റ ശ്വാസത്തിൽ പാടാൻ പറ്റുമോ നോക്കിയേ. മിന്നായം മിന്നും കാറ്റിൽ മിഴിനാളം നീട്ടും ദീപം കാവിനുള്ളിൽ കൈത്തിരിപ്പു പൂത്ത പോലെ തിളങ്ങുന്നുവോ. വെരി ഗുഡ്. അഴകോലും ഗന്ധർവന്മാർ ശ്രുതി മീട്ടും പാലക്കൊമ്പിൽ മഞ്ഞുകാറ്റിൻ മർമരങ്ങൾ മന്ത്രമായി തുളുമ്പുന്നുവോ. എത്തുന്നുണ്ട്. അപ്പൊ ശ്രമിച്ചാ പറ്റും. അതെ, പറ്റും പറ്റും. ചില സ്ഥലങ്ങൾ ഞാൻ എല്ലാം വിശദമായിട്ട് പറയണില്ല, ഓൾറെഡി ശ്രീകുട്ടങ്ങൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മത്സരിച്ച് തന്നെ നന്നായി പാടിയിട്ടുണ്ട്. അതിൽ ചിലപ്പോൾ ഒരു പൊടിക്ക് ഒരാൾ ചിലപ്പോൾ മുമ്പിൽ അയക്കാം, ഒരാൾ പുറകിൽ അയക്കാം. നേരത്തെ പറഞ്ഞ പോലെ മാർക്ക് വരുമ്പോൾ അറിയാം. ചെറിയൊരു വ്യത്യാസം. അതെ, ചെറിയൊരു വ്യത്യാസം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇത് അത്ര ഹിറ്റായ ഒരു പടമാണ്. ഈ എന്താ പറയാ, ഒരു ക്ലാസിക് ലെവൽ അല്ല, എല്ലാവരും കാണുന്ന ഒരു സിനിമയാണ് ആനന്ദഭദ്രമയിലെ പാട്ടുകളും അത് അതിന്റെ സിനിമാറ്റോഗ്രഫിയും ഡയറക്ഷനും എല്ലാം അന്നും ഇന്നും എന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചിത്രത്തിലെ പാട്ടാണ്. തിരുനുരു ആയിക്കോട്ടെ, പിണക്കമാണോ അതായിക്കോട്ടെ, എല്ലാം ഹിറ്റാണ്. പിന്നെ അത് ഹിറ്റാണ്. മക്കളെ, നിങ്ങൾ രണ്ടുപേരും നല്ല ടഫ് സോങ് ആണ്. ഇതിന് പ്രത്യേകിച്ച് ശ്വാസം എടുക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ പാടി വരുമ്പോൾ നല്ല ടഫാണ്. അത് മാത്രമല്ല നല്ല റേഞ്ചിലും പോകുന്നുണ്ട്. അത്യാവശ്യ സംഗതികൾ മോള് സൂര്യഗായത്രി പാടിയ സംഗതിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. രാത്രി നിലാവത്തെ ഞാനുമൻ കനമ കന്നിപ്പൂ, അതായത് അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ തന്നെ എന്റെ മനസ്സിൽ വന്നുകൊണ്ടിരുന്ന ഒരു പാട്ട്, വധുവൊരുങ്ങി പ്രിയനൊരുങ്ങി മധുര രാമഴ പെയ്തൊഴുകി ഇവിടെ പൊന്നഴകിനു അഴകാം മാധവമേ നിൻ കുമ്പിളിൽ നിറയും സ്വരമിവിടെ താം തനനന തനനന ത്രിതല ജതികളുടെ ചഞ്ചല ദ്രുതപദതാളം സുകൃതതാളം ഓ സുന്ദരതര ഹരിഗീതം ഹരിതഗീതം. പൊന്മുരളിയൂതും കാറ്റിൽ ഈണമലിയും പോലെ പഞ്ചമം തേടും കുയിലിൻ താളമിയലും പോലെ കനവിലൊഴുകാം ഭാവമായി ആരുമറിയാതെ പൊന്മുരളിയൂതും കാറ്റിൽ ഈണമലിയും പോലെ പഞ്ചമം തേടും കുയിലിൻ താളമിയലും പോലെ ആദ്യ വസന്തമേ ഈ മൂകവീണയിൽ ഒരു ദേവഗീതമായി നിറയുമോ. ആദ്യ വർഷമേ തളിരില തുമ്പിൽ ഒരു മോഹബിന്ദുവായി കുഴിയുമോ. ആദ്യ വസന്തമേ ഈ മൂകവീണയിൽ ഒരു ദേവഗീതമായി നിറയുമോ. പിണക്കമാണോ എന്നോടിണക്കമാണോ, അടുത്തു വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ മിടുക്കിപ്രാവിൻ നെഞ്ചിൻ മിടിപ്പു പോലെ
തുടിച്ചു ചാഞ്ചാടും എന്റെ മനസ്സറിഞ്ഞൂടെ കണ്ണുകളെ കുറുമ്പിന്റെ മിന്നലിനെ പൂങ്കുയിലായി കുറുകുന്ന പ്രായമല്ലേ മാനത്തെ അമ്പിളിയായി നീ ഉദിച്ചില്ലേ മാറത്തെ ചന്ദനമായി നീ തെളിഞ്ഞില്ലേ കളമൊഴി വെറുതെയോ കവിളിലേ പരിഭവം ലാസ്റ്റ് വന്നങ്ങ് So, Arjita is 97 and Surya is 98. Out of 100. ആദ്യ ഒരു ആനന്ദഭദ്ര പൂക്കുറ്റി.